ഓക്കെ, രണ്ടാമതൊരു സെറ്റ് ഓഫ് ട്രേഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ട്രേഡ് അവിടെ ഓൾമോസ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അത് അതിനൊരു ചെറിയൊരു ട്രേഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഇതിനെ 240 റേഞ്ചിൽ ചെയ്യുക. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇതൊരു ചെറിയൊരു ട്രേഡ് എടുത്താണ്. സ്കാൽപ്പിംഗ് ആണ്. സ്കാൽപ്പിങ്ങിനകത്ത് 246 റേഞ്ചിൽ 244 റേഞ്ചിൽ വന്നപ്പോഴേക്കും അതിന് ജസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റീസ് എടുത്തിട്ട് അത് 260 എത്തിയപ്പോഴേക്കും അതിനെ ഒഴിവാക്കി എന്നുള്ളതാണ്. എക്സ്ട്രീംലി സ്കാൽപ്പിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇൻ കേസ് ഇത് വീഴുവാണെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും തിരിച്ച് കയറി വരും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വാണ്ടിറ്റി ഇതിൽ പകുതി ഞാൻ ഒഴിവാക്കി കഴിഞ്ഞു 260-ൽ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിനെ ട്രയൽ ചെയ്ത് കൊണ്ടുവന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അറിയാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ ആദ്യത്തെ ട്രേഡ് ഓൾമോസ്റ്റ് ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് നല്ല പ്രോഫിറ്റിൽ നിൽക്കുമായിരുന്നു. ഡേ ടാർജറ്റ് ഹിറ്റ് ചെയ്തു. തിരിച്ച് രണ്ടാമത് വീണ്ടും ഒരു പൊസിഷൻ എടുത്തു. അതിനകത്തൊരു 15 പോയിൻറ്റ്സ് 20 പോയിൻറ്റ്സ് ഓൾറെഡി ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഡേ ടാർജറ്റിന് മേളിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് നിൽക്കുന്നത്. ക്യാൻഡിൽസ് വലിയ മൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മൂവ്മെൻറ്റ് ഇല്ല. പക്ഷേ അഗ്രസീവായിട്ടുള്ള ട്രേഡിങ്, സ്കാൽപ്പിംഗ് ട്രേഡിങ്ങിൻ്റെ അകത്ത് വളരെ അഗ്രസീവായിട്ടുള്ളൊരു ട്രേഡിങ് കാരണം പ്രോഫിറ്റ് വളരെ ഗുഡായിട്ട് കയറി വരുന്നുണ്ട്. സോ നല്ലൊരു മൊമെൻറ്റം കിട്ടിയാൽ ഓക്കെ മാന്യമായിട്ടുള്ളൊരു പ്രോഫിറ്റും കൂടെ എടുത്തിട്ട് ഓക്കെ പല പൊസിഷൻസും അവിടെ എക്സിറ്റ് അടിച്ച് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം. 265 റേഞ്ചിൽ ഞാനൊരു എക്സിറ്റ് ഇവിടെ എടുത്ത പൊസിഷൻ്റെ 246 നിന്ന് 265 റേഞ്ചിലുള്ള എക്സിറ്റ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 20 പോയിൻറ്റ്സ് ഇവിടെ എൻ്റെ പൊസിഷൻ ഫസ്റ്റ് ടാർജറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓർഡർ ഇട്ട് വെച്ചിരുന്നു, ഇപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് കൂടെ കിട്ടിയാൽ ഞാനത് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, 60, 70, 72. ഓക്കെ, ഞാനിനി പുതിയ പൊസിഷൻ എടുക്കുന്നില്ല. വീഴ്ച തന്നെയാണ്, പക്ഷേ ഡെയിലി ടാർജറ്റ് ഇന്നത്തെ ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഇനി ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 270 ഇത് തിരിച്ച് വീണ്ടും കയറി കഴിഞ്ഞാൽ ഒരു 270 കിട്ടിയാൽ എനിക്ക് കിട്ടുന്ന അത്യാവശ്യം ഇന്നത്തെ പ്രോഫിറ്റ് കഴിഞ്ഞു. ഓഫീസിൽ വന്ന് ഉള്ള വർക്കിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. സോ ഔട്ട്പുട്ട് മാർക്കറ്റ് ഇനി ഒരുപാട് മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. നല്ല ട്രേഡ് കിട്ടുവാണെങ്കിൽ ഇനി വേണമെങ്കിൽ ഒരു പൊസിഷൻ കൂടെ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. ടാർജറ്റിന് ഒരു 2 രൂപ മാറി ഒരു 20 റുപ്പീസിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 272 ഓക്കെ ഫൈൻ അടിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് 272 പോയിൻറ്റ് സംതിങ്. ഓക്കെ ശരി, ഞാൻ എന്തായാലും കൊടുക്കുവാണ്. ബാക്കി അത് കയറട്ടെ. 273. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് ട്രേഡ് അത് അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇന്ന് എടുക്കേണ്ട നമ്മളൊരു ഓഫീസിൽ വന്നിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കേണ്ട ടാർജറ്റ് ഉണ്ട്. ആ ടാർജറ്റ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ടാർജറ്റ് എനിക്ക് ഹിറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇനി മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റം വന്നു. ഓൾറെഡി ആദ്യത്തെ ട്രേഡിൽ ഈ മൊമെൻറ്റം ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഴ്ചയ്ക്ക് മുന്നേ തന്നെ സ്കാൽപ്പ് ചെയ്ത് നല്ലൊരു ട്രേഡ് എടുത്തിട്ട് വീണ്ടും അടുത്തൊരു പൊസിഷൻ എടുത്തു. അതിനകത്ത് പൊസിഷൻ ഒഴിവാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഫൈനല്ലേ, സെറ്റാണല്ലോ. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ ഡേ ടാർജറ്റ് കംപ്ലീറ്റ്ലി എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു. മനോഹരമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോഴും ഞാനവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ, ഓക്കെ ഫൈൻ, എല്ലാ പൊസിഷനും ഒഴിവായിട്ടുണ്ട്. അപ്പോൾ മാന്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നമ്മുടെ ടാർജറ്റ് 2 പ്രാവശ്യം ഓൾമോസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം ഒരു 2 രൂപയുടെ വ്യത്യാസത്തിൽ അത് മിസ്സായിപ്പോയി. ഓൾമോസ്റ്റ് 286 വരെ വന്നു. ഞാൻ 283-ൽ എക്സിറ്റ് ചെയ്തു.
290 അവിടെ ഹിറ്റ് ചെയ്തിരുന്നത്, അതും ഹിറ്റ് ചെയ്തു. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമ്മുടെ 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് എക്സ്ട്രീം സ്കാൽപ്പിംഗ് എന്ന് പറയും. ഇനി ഇതിൻ്റെ മൊമെൻറ്റം 24-180 റേഞ്ചിലേക്കായിരിക്കും ഇത് വീഴാനുള്ള സാധ്യത. പുതിയ പൊസിഷൻ വേണമെങ്കിൽ എനിക്ക് ഇവിടെ എടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൊമെൻറ്റത്തിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഡേ ടാർഗറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനെ ഒരു എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടിയിട്ട് അതിനെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ലോ ആയിരുന്നു നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആ ഡേ ലോ ഓൾമോസ്റ്റ് ഇതായിരുന്നു എൻ്റെ ഡേ ലോ. ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ ഡേ ലോ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനിയും എനിക്ക് എത്ര വേണമെങ്കിലും ഈ ട്രേഡിനെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോകാം. ബിക്കോസ് നമ്മുടെ ട്രേഡ് ഇപ്പോൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ട്രിഗറിങ്ങിൻ്റെ ടാർഗറ്റിലേക്ക് ഇതിങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഇൻ കേസ് ഞാൻ ഇന്ന് രാവിലത്തെ അനാലിസിസിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിനുള്ളിൽ ഡൗട്ട് ചോദിച്ചപ്പോഴും പറഞ്ഞു തന്നത് 24,240 റേഞ്ചിൽ മാർക്കറ്റ് പിടിച്ച് നിൽക്കുക എന്നുള്ളതായിരിക്കും ഇന്നത്തെ മാർക്കറ്റ് ഒന്ന് ആദ്യം ശ്രമിക്കുക. സോ ഇപ്പോൾ വീഴുമ്പോഴും തിരിച്ച് വീണ്ടും പ്രൈസ് അതിലേക്ക് തന്നെ പുഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ഈ പ്രീമിയത്തിൻ്റെ പ്രൈസ് മാക്സിമം 240-260 റേഞ്ചിലേക്ക് പുഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇൻ കേസ് ഇതെങ്ങാനും താഴോട്ട് പോയാൽ ഇത് 300+ പോയാൽ ഇത് അടുത്ത് 360-400 റേഞ്ചിലേക്ക് പോവുകയും നമ്മുടെ നിഫ്റ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 24-180 120 റേഞ്ചിലേക്ക് താഴേക്ക് വീഴുകയും ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ അനാലിസിസ്. ഇത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിലും ചിലപ്പോൾ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ യൂട്യൂബ് വീഡിയോയിൽ ചിലപ്പോൾ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇതിൻ്റെ അനാലിസിസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സ്ട്രീം എൻഡായിട്ടുള്ള സ്കാൽപ്പിംഗ് ട്രേഡാണ്. ഒരു 5-6 പോയിൻറ്റിൻ്റെ SL കീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്. സോ ഇത് എക്സ്ട്രീം പെട്ടെന്ന് ടാർഗറ്റോ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസോ ഹിറ്റ് ചെയ്യുന്നൊരു ട്രേഡാണ്. അപ്പോൾ ഇത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മണി മാനേജ്മെൻറ്റ് ചെയ്യുന്ന റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമുള്ളൊരു ട്രേഡാണ്. സോ നല്ലൊരു അനാലിസിസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. പിന്നീട് ഒരു 320+ ഇത് പോകുന്നത് കാണിച്ചു തരാം. പക്ഷേ ഇതൊരു ഷോർട്ട് വീഡിയോ ആയത് കാരണം ഒരുപാട് ലെങ്തി ആയി പോകും. അതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇനി ഒരു വീഴ്ച വരുവാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് 300+ലേക്ക് പോകാനുള്ളൊരു സെറ്റപ്പ് കാണിച്ചേക്കാം. ഓക്കെ, ഇതിപ്പോൾ എന്തായാലും സേവ് ചെയ്യാം.